ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്ദൂസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്, അധികം പേർക്കും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുടിക്ക് ഉള്ളില്ലാതെ വരുന്നത്, മുടിയുടെ അറ്റത്തേക്ക് ഉള്ളില്ലാതെ വരുന്നത്, തീരെ കനം കുറഞ്ഞിട്ട് ഈ മുടിക്ക് ഒട്ടും ഉള്ളില്ലാണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ എന്താ പറയുക, മുടിയെല്ലാം ഒരുമാതിരി കോല് പോലെ, അത് എണ്ണയും കൂടെ തേച്ചിട്ട് പോകുന്നവരാണെങ്കിൽ, നാട്ടുപുറത്തൊക്കെ ആണെങ്കിൽ എല്ലാവരും അങ്ങനെ മിക്കവരും അങ്ങനെ എല്ലാത്തിനും ഒന്നും ഷാമ്പൂ ഇട്ട് അങ്ങനെ കഴുകാറില്ല. അപ്പോൾ എല്ലാവരും എണ്ണയൊക്കെ തേച്ച് ഒട്ടിച്ചിട്ടിട്ടാണ് നടക്കുക. അവർക്ക് ആഗ്രഹമുണ്ട് മുടിയൊക്കെ നല്ല കുറച്ച് നല്ല ബൗൺസി ആയിട്ട് നല്ലതായിട്ട് പൊങ്ങി നല്ല ഇതായിട്ട് തിക്നെസ്സോട് കൂടി നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ മുടി നല്ല തിക്നെസ്സോട് കൂടി നല്ല തിക്കായി തോന്നാനും, തിക്കായിട്ട് നല്ല യഥാർത്ഥത്തിൽ അങ്ങനെ തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഒട്ടും ബുദ്ധിമുട്ടാണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ മുടി എങ്ങനെയാണ് നമ്മൾ കുറച്ച് തിക്നെസ്സോടു കൂടി നമ്മൾ ഇട്ടിട്ട് നമ്മൾക്കിപ്പോൾ ഒരു ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അർജൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതുപോലെ ഒരു വൈഡായിട്ടുള്ള കോമ്പ് എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ആ ഉടക്കൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി നന്നായിട്ട് ചീകി ആ ഉടക്കെല്ലാം കളയണം. ഇവിടെ കുറച്ച് നന്നായിട്ട് തന്നെ കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇവിടെയെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുടി കുനിച്ചിട്ട് കീറുകയാണ്. നമുക്കിങ്ങനെ എന്താ പറയുക, നന്നായിട്ട് കുനിച്ചിട്ടിട്ട് നന്നായിട്ട് ഉടക്ക് എന്നിട്ടും നമ്മൾ വീണ്ടും കുനിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മുടിയിൽ നല്ല ഉടക്ക് കാണും. അപ്പോൾ ഒന്നും ഇല്ലാണ്ട് നല്ല നല്ല അടിപൊളിയായിട്ട് ചീകി വൃത്തിയാക്കി വെക്കണം. ഇതുപോലുള്ള കോമ്പ് തന്നെ ഉപയോഗിക്കണം, എന്നാലേ നമ്മൾക്ക് ആ മുടി കറക്റ്റായിട്ട് വരുത്തുള്ളൂ. അല്ലെങ്കിൽ മൊത്തം ചെറുതായിട്ടുള്ള കോമ്പ് വെച്ചിട്ട് നമ്മൾ ചീകുമ്പോൾ എല്ലാം പൊട്ടി പോകാൻ തുടങ്ങും, മുടികളെല്ലാം ഒരുപാട് പൊട്ടും. അതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലുള്ള ഒരു കോമ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചീകിയിട്ടിട്ട് നമുക്ക് ആദ്യം നന്നായിട്ട് ചീകിയെടുത്ത്, ഞാൻ ഈ ചീകുന്ന അതേ രീതിയിൽ തന്നെ ചീകണം. കാരണം നമ്മളുടെ ആ ഒരു മുടിയുടെ കറക്റ്റായിട്ടുള്ള ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചീകണം. ആദ്യം ഒരു സൈഡ് ചീകിയെടുത്തു, പിന്നെ ഈ ഭാഗം, പിന്നെ അടുത്ത സൈഡ് ചീകിയെടുത്തു, പിന്നെ നമ്മൾ ആ അടിഭാഗത്തു നിന്നും കൂടെ ചീകിയെടുക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ചീകിയിട്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഹെയർ ബാൻഡ് ഇടുന്നുണ്ട്. പാപ്പു, ഞങ്ങൾക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, ഞങ്ങളുടെ പാപ്പു. ഭയങ്കര പാടാണ്, പിള്ളേരെക്കാട്ടി കഷ്ടമാണ്. അപ്പം ഞാൻ ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്യുന്നില്ല, കുറച്ച് അത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരത്യാവശ്യം ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത്രയും മതിയാവും. എന്നിട്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ നന്നായിട്ട് ചീകിയിട്ടുണ്ട്. നമ്മളിത് ചീകി തന്നെ പിടിക്കണം, നന്നായിട്ട് ചീകി ഇതിൻ്റെ അറ്റം പിടിക്കണം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഹെയർ ഒരുപാടൊന്നും കട്ട് ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നതേ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്യുകയാണ്. നമുക്കിതുപോലെ പിടിച്ചിട്ട് തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് കയറ്റി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു
എൻ്റെ സിസർ കണ്ടിട്ട് ആരും ഞെട്ടരുത്. എൻ്റെ ഒരു സിസർ ഉണ്ടായിരുന്നത് പിള്ളേർ കൊണ്ടുപോയി എവിടെയോ കളഞ്ഞു. ഓക്കെ, ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. തുമ്പെല്ലാം നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം, നമ്മൾ ചെറിയ സിസറാണെങ്കിലേ പറ്റുള്ളൂ. ഇത് ഞാൻ ഫിഷ് കട്ട് ചെയ്യുന്ന സിസർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. അപ്പോഴേ അതിൻ്റെ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിക്കാം. അഴിച്ചിട്ടിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചീകണം. ഇങ്ങനെ തന്നെ ചീകി വൃത്തിയാക്കിയിട്ട് മാത്രം പുറകിലേക്കിടാം. പുറകിലേക്കിട്ടിട്ട് നമ്മൾ മുകൾ ഭാഗം മാത്രമേ ചീകാൻ പാടുള്ളൂ. ഓൾറെഡി നമ്മൾ താഴെയൊക്കെ ചീകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് മാത്രമായിട്ട് ചെയ്യാം. ഇവിടെ നമ്മളുടെ ആ മുകൾ ഭാഗം മാത്രം, നമുക്ക് അത്യാവശ്യം വേണ്ട സ്ഥലം മാത്രം ചെയ്യാം. അപ്പോൾ കണ്ടോ, മുമ്പത്തേക്കാളും നല്ല ബൗൺസി ആയിട്ടില്ലേ ഹെയർ? നല്ല ഹെയർ ആയിട്ടില്ലേ? കുറച്ച് തിക്നെസ് ഒക്കെ തോന്നുന്നില്ലേ? കുറച്ച്. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടോ, നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടോ, ഇപ്പോൾ എൻ്റെ ഹെയർ മുമ്പത്തേക്കാളും കുറച്ചുകൂടെ ബൗൺസി ആയിട്ട് തോന്നുന്നില്ലേ? ഇതാണ് ഇപ്പം നമ്മളുടെ ഈ രണ്ട് മെത്തേഡ് ഞാൻ കാണിച്ചു തന്നു കഴിഞ്ഞു. ഒന്ന് നമ്മൾ ഹെയർ കട്ട് ചെയ്യുക, അതുപോലെ കുനിച്ചിട്ട് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കുനിച്ചിട്ട് ചീകിയിട്ട് നമ്മൾ ചീക്കി വൃത്തിയാക്കി ഉടക്കെല്ലാം കളഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബാക്കിലേക്കിട്ട് ഈ മുകൾ ഭാഗം മാത്രം ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരുപാട് ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് ചുമ്മാ ഒന്ന് ഓടിച്ചു കൊടുത്താൽ മതിയാവും. നമ്മളുടെ ഹെയർ നല്ല ബൗൺസി ആയിട്ട് തന്നെ നിൽക്കും. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഹെയർ നല്ല ബൗൺസി ആയിട്ടില്ലേ? നല്ല തിക്കായിട്ട് തോന്നുന്നില്ലേ? എൻ്റെ മുടിയെല്ലാം കുറേ കൊഴിഞ്ഞു പോയിട്ട്, ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരുവിധം തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ചെയ്തപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ട് തോന്നുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ആ ഹെയർ കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗത്ത്, നമ്മൾ ആ കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ലെമൺ തേച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ അതൊരുപാട് ഹെൽപ്പ് ചെയ്യും. അന്നേരം നമ്മൾക്ക് അത് അന്നേരം ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾക്ക് അങ്ങനെ വിടാം. ഉടനെ വാഷ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിടാം, ഒരു പ്രശ്നവുമില്ല. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വിട്ടിട്ട് പിന്നെ എപ്പോഴാണോ നമ്മൾ കുളിക്കുന്നത് അപ്പോൾ നമുക്ക് കഴുകിയാൽ മതി, വെറുതെ കഴുകി കളഞ്ഞാൽ മതി. അത് നമ്മൾക്ക് സ്പ്ലിറ്റൻസ് വരുന്നത് കുറയ്ക്കാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളൂ. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ. ബായ്.